നവ അദ്വൈതം അങ്ങനെ ഒന്നുണ്ടോ? അദ്വൈതത്തിന് പുരാതന അദ്വൈതം, നവ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭാവവ്യത്യാസങ്ങളില്ല. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ ഞാൻ അദ്വൈതിയാണ് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മനുഷ്യനും അവൻ്റെ ശിവനെ പ്രതിഷ്ഠിക്കാമെന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. ആ വേദം അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്ന അത് ഗ്രഹിക്കാൻ, അത് അറിയാൻ അതിൻ്റെ അധികാരി ആര്? നവ അദ്വൈതം അങ്ങനെ ഒന്നുണ്ടോ? നവ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഒരു അദ്വൈതം ഉണ്ടാവുക എന്ന് പറഞ്ഞാലേ സാധ്യമല്ല. കാരണം അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലാത്തത് എന്നാണ്. അപ്പോൾ അദ്വൈതവും നവാദ്വൈതവും വന്നാൽ രണ്ടായല്ലോ. അതെ, പിന്നെ അദ്വൈതം ഇല്ലയെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അദ്വൈതത്തിന് പുരാതന അദ്വൈതം, നവ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭാവവ്യത്യാസങ്ങളില്ല. കാലാകാലങ്ങളിൽ ഓരോ മനുഷ്യർ വന്നിട്ട് അവരുടെ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് അദ്വൈതത്തെ പ്രയോഗത്തിലെത്തിക്കുന്ന സമ്പ്രദായമാണുള്ളത്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വരുന്നു ബംഗാളിൽ. അത് ഇന്ത്യയുടെ ഒരു ആത്മീയ ചൈതന്യം ഏതാണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഉദയം. അപ്പോൾ അദ്ദേഹം അദ്വൈതമാണ് പ്രചരിപ്പിച്ചത്. ആ അദ്വൈതത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ വരുന്നത്. അപ്പോൾ വിവേകാനന്ദൻ പുതിയ അദ്വൈതം കൊണ്ടുവരികയല്ല ചെയ്തത്. അദ്വൈതത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിന് ഭാഷ്യവും സാക്ഷ്യവും ഉണ്ടാക്കിയാണ് ചെയ്തത്. അല്ലാതെ പുതുതായിട്ടൊരു സാധനം കൊണ്ടുവരികയല്ല. അദ്വൈതം ഇവിടെ ഉള്ളതാണ്, എന്നും ഉള്ളതാണ്. ആ അദ്വൈതത്തിന് ഇങ്ങനെ ഒരു തൻ്റെ കാലഘട്ടത്തിൽ അതിനെ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. അതാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ വരുമ്പോഴും അത് പുതിയ അദ്വൈതമല്ല, അദ്വൈതം തന്നെ. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ ഞാൻ അദ്വൈതിയാണ് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളാണെങ്കിലും അവരെല്ലാവരും അദ്വൈതമാണ് പറയുന്നത്. പക്ഷേ ഓരോരുത്തരും ഓരോരോ രംഗത്താണത് പ്രയോഗിക്കുന്നത്. ഈ അദ്വൈതത്തിൻ്റെ പ്രയോഗം വരുന്നത് കൊണ്ടാണ് ജാതി ഭേദ വിചാരം പാടില്ല, അത് മാറ്റാൻ കഴിയും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേദ അധികാര നിരൂപണം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു പുസ്തകമാണ്. അത് സത്യത്തിൽ ലോകത്തിലെ തന്നെ വിജ്ഞാനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ അധികാരത്തെക്കുറിച്ചും അതെങ്ങനെ വിതരണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും അതെങ്ങനെ ഗ്രഹിക്കണമെന്നത് സംബന്ധിച്ചും ലോകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നാണ് വേദ അധികാര നിരൂപണം. അദ്ദേഹം അത് എഴുതുന്ന സമയത്ത് അതിനിപ്പം നവാദ്വൈതം എന്ന് പറയാൻ പറ്റില്ല, അദ്വൈതമാണ്. വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു വേദം എന്ന് പറഞ്ഞാൽ അറിവ്, അനുഭവം. നമ്മൾ ആദ്യം ഒരു വീഡിയോയിൽ അത് ചെയ്തതാണ്. ആ അനുഭവം, ആ വേദം അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്ന അത് ഗ്രഹിക്കാൻ, അത് അറിയാൻ അതിൻ്റെ അധികാരി ആര്? ഇതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അതിന് ലഭിച്ചിരുന്ന ഉത്തരം ജന്മബ്രാഹ്മണൻ എന്നാണ്. ജന്മന ബ്രാഹ്മണനായി ജനിച്ചവർക്ക് മാത്രമാണ് വേദം ഗ്രഹിക്കാനും പറയാനും ഒക്കെ അധികാരമുള്ളത് എന്നാണ്. ചട്ടമ്പി സ്വാമികൾ അതിനെ തിരുത്തേണ്. അതിനെ തിരുത്തിയിട്ട് പറഞ്ഞു ജന്മനാലുള്ളതല്ല, അതിന് ഇത് പഠിക്കാനുള്ള താല്പര്യവും അതിൻ്റെ ശേഷിയും ശേമുഷിയും ധിഷണയുമുള്ള ആർക്കും വേദം പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ മാറ്റമാണ് ഈ കൊണ്ടുവരുന്നത്. വിജ്ഞാനത്തിൻ്റെ സ്വകാര്യവൽക്കരണം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആ വിജ്ഞാനത്തിൻ്റെ സ്വകാര്യവൽക്കരണം മാറ്റി വിജ്ഞാനം എല്ലാവർക്കും പ്രാപ്തമാകേണ്ട ഒന്നാണ് എന്ന രീതിയിൽ കൊണ്ടുവരുന്നതാണ്. അതും അദ്വൈതമാണ്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതല്ല. ആരെല്ലാമാണോ ഇത് പഠിക്കാൻ താല്പര്യത്തോടു കൂടി വരുന്നത്, ആരെല്ലാമാണോ ഇത് പഠിക്കാനുള്ള ശിക്ഷണം നേടുന്നത്, അവർക്കെല്ലാം വേദം പഠിക്കാൻ കഴിയും. അതിന് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നെല്ലാം ഉദാഹരണങ്ങൾ എടുക്കുകയാണ്.
അതിൽ അദ്ദേഹം കെടുക്കുന്ന എനിക്ക് അതിലേറ്റവും വളരെ ഒരു പ്രധാനം എന്ന് എനിക്ക് തോന്നിയ ഒരു ഉദാഹരണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രൊയ്ക്കൻ എന്ന് പറയുന്ന ഒരു ഋഷി ഉണ്ടായിരുന്നു. രൊയ്ക്കൻ അദ്ദേഹം പഞ്ചമനായിരുന്നു. എന്നുവെച്ചാൽ 4 വർണ്ണങ്ങളിലും പെടാതെ അതിന് വർണ്ണത്തിന് പുറത്ത് നിൽക്കുന്നവരെയാണ് പഞ്ചമൻ എന്ന് പറയുന്നത്. 5-ാം വർണ്ണം എന്ന നിലക്ക് പഞ്ചമൻ എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ ഇത് മന്ത്രം പറഞ്ഞു. രൊയ്ക്കൻ്റെ മന്ത്രങ്ങളുണ്ട് വേദത്തിൽ. അപ്പോൾ രൊയ്ക്കൻ മന്ത്രസ്രഷ്ടാവാണ്. മന്ത്രദൃഷ്ടാവായി മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്തിരുന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് എല്ലാവർക്കും കുശുമ്പ് വന്നിട്ട് ഇദ്ദേഹം ഇതിന് അർഹനല്ല എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു. ഇദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ വേദത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സരസ്വതി നദി ഗതി മാറി രൊയ്ക്കനിരിക്കുന്ന സ്ഥലത്തുകൂടി ഒഴുകിയെന്നാണ്. അത് വിജ്ഞാനത്തിൻ്റെ സരസ്വതി രൊയ്ക്കനെ തേടി ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിജ്ഞാനം സ്വായത്തമാക്കുന്നതിന്, അത് പറയുന്നതിനും അത് ഗ്രഹിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഭേദവിചാരം ഇല്ല എന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ പ്രതിഷ്ഠയാണല്ലോ തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അധികാരം. ആ പ്രതിഷ്ഠക്ക് തന്ത്രിയുടെ അധികാരമല്ലല്ലോ. ശ്രീനാരായണ ഗുരു സ്വന്തം നിലക്ക് ശിവപ്രതിഷ്ഠ നടത്തുകയല്ലേ. അപ്പോൾ ഒരു വിഗ്രഹപ്രതിഷ്ഠ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുള്ളതാണ് വിഗ്രഹപ്രതിഷ്ഠ. ഏറ്റവും ദിവ്യമായിട്ടുള്ളവർ ചെയ്യണം എന്നുള്ളതാണ്. ആ ദിവ്യമായിട്ടുള്ള വിഗ്രഹപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ നടത്തുകയാണ്. അതിന് അപ്പോൾ കഥകളുണ്ട്, അതിനൊന്നും രേഖകൾ അത്ര കൃത്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശിവപ്രതിഷ്ഠ നടത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചു, ബ്രാഹ്മണർ ചോദിച്ചു എന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നൊരു കഥയുണ്ട്. അത് എങ്ങനെയാണെന്ന് അതിൻ്റെ രേഖകളൊന്നും ലഭ്യമല്ല. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടല്ല അത് വന്നിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങനെ ഒന്ന് ചോദിച്ചു എന്ന് തന്നെ വെക്ക്, അതിനൊരു ഉത്തരവുണ്ട്. കാരണം ഈ ശൈവ തത്വം പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ശങ്കരാചാര്യർ പറഞ്ഞ രീതിയിൽ ബ്രാഹ്മണനിലും ചണ്ടാലനിലും ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ മണൽത്തരിയിലും താരയൂഥത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് മനുഷ്യനും അവൻ്റെ ശിവനെ പ്രതിഷ്ഠിക്കാമെന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. ഇപ്പം ഒരാൾ ഞാൻ എൻ്റെ ശിവനെ എനിക്ക് പ്രതിഷ്ഠിക്കാമല്ലോ. അതാണ് അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നിങ്ങൾക്ക് ഇന്നതേ പാടുള്ളൂ എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലാകാം. അതുകൊണ്ടാണ് ഈ ഭാരതീയ സംസ്കാരത്തിൽ ഇത്രയേറെ വൈവിധ്യം വരുന്നതിൻ്റെ കാരണം. ആ വൈവിധ്യം ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ആ വൈവിധ്യത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് അദ്വൈത ചിന്താപദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണൻ്റെ ശിവനെ പ്രതിഷ്ഠിച്ചോളൂ, ഒരു വിരോധമില്ല. ഞാൻ എൻ്റെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശൈവ തത്വം പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപ്തമായിരിക്കുന്നത് കൊണ്ട് അത് എല്ലാവരിലും ഉണ്ട് എന്നാണ് അർത്ഥം. അണുവിലും അയ്യൻ പുലയനിലും, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അണുവിലും അയ്യൻ പുലയനിലും ഉണ്ട് എന്ന് ഉള്ളൂർ എഴുതിയതുപോലെ, പ്രേമസംഗീതത്തിൽ ഉള്ളൂർ എഴുതിയ രീതിയിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അണുവിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്. അതിൻ്റെ തത്വം ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന അതാണ് അദ്വൈതം. അതുണ്ട്. ഇനി ഇത് എഴുത്തച്ഛൻ വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഋതുവായ പെണ്ണിന് ഇരപ്പന് ദാഹകന് പതിതന് അഗ്നി അജനം ചെയ്ത ഭൂസുരന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ അഗ്നിഹോത്രിക്കും ആദതായിക്കും, ആദതായി എന്ന് വെച്ചാൽ എല്ലാ പാപങ്ങളും ചെയ്യുന്നവനും, അവനിലും ഈ തത്വമുണ്ട് എന്ന് പറയുന്നതാണ് അദ്വൈതം. അല്ലാതെ അവൻ നമ്മളിൽ നിന്ന് വേർപെട്ട ഒന്നല്ല. ഇങ്ങനെയാണ് ഈ നമ്മുടെ സിദ്ധാന്തം. മറ്റോടെ അങ്ങനെ, മറ്റോടെ ഒരു ഡിവിഷൻ വരും.
സെയിൻ്റ് ആൻഡ് ദ സിന്നർ. പാപികൾ ഒരു കാറ്റഗറി, വിശുദ്ധന്മാർ വേറൊരു കാറ്റഗറി. വിശുദ്ധന്മാർ ഇവിടെ നിൽക്കുന്നു, പാപികൾ ഇവിടെ നിൽക്കുന്നു. നമുക്ക് അങ്ങനെയില്ല. കാരണം പാപിയും ആകുന്നവനും വിശുദ്ധനാകുന്ന ഓരോ വിശുദ്ധനിലും പാപിയുടെ ഒരു അംശം കാണും. ഓരോ പാപിയിലും വിശുദ്ധൻ്റെ അംശവും കാണും. അതുകൊണ്ടാണ് നമ്മൾ പറയണ പാസ്റ്റ് ഫോർ എവരി സെയിൻറ്റ് ആൻഡ് എ ഫ്യൂച്ചർ ഫോർ എവരി സിന്നർ എന്ന് പറയാൻ കാരണം. ഇന്നവൻ പാപമായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവനത് കറക്റ്റ് ചെയ്ത് അജാമിള മോക്ഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതാണല്ലോ പറയുന്നത്. അജാമിള മോക്ഷമൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വൈവിധ്യമാർന്നൊരു സങ്കല്പം. അപ്പം അതുകൊണ്ട് നവാദ്വൈതമല്ല, ഈ അദ്വൈതത്തെ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യരും ജീവിക്കുകയും അത് ആഖ്യാനം നൽകുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു അദ്വൈതത്തെ അദ്ദേഹത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ആര് ചെയ്തത്? ചട്ടമ്പസ്വാമികളും ചെയ്തത്. അവരുടെ കോണ്ടെക്സ്റ്റിലാണ് അവർ വ്യാഖ്യാനിച്ചു വെക്കുന്നത്. അത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് പുതിയതാണോ എന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഓരോരുത്തരും അവരുടെ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ മാത്രമേ മാറുന്നുള്ളൂ. മെത്തഡോളജി ഓഫ് ആപ്ലിക്കേഷൻ മാറുന്നില്ല. ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ മാറിപ്പോയേക്കാം, പക്ഷേ മെത്തഡോളജി മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നവാദ്വൈതം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത്രയ്ക്ക് ശരിയല്ല. കാരണം അദ്വൈതം തന്നെയാണ്. അത് രണ്ടില്ലാത്ത അവസ്ഥയാണ്. ആ രണ്ടില്ലാത്ത അവസ്ഥയിൽ രണ്ടിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാകില്ല, ഇതും ഉണ്ടാകില്ല.